ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് പ്രഭാവതിയും പ്രതാപനെയുമാണ്. പ്രഭാവതി പറയുകയാണ്, എന്താണെങ്കിലും അവളുടെ ഗ്രഹനില പല്ലവിക്ക് മനപ്പാടമായതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അവളുടെ നാട് വരെ പോകേണ്ടി വന്നേനെ ജാതകത്തിനായിട്ട്. പക്ഷേ ഒരു പ്രശ്നം കൂടിയുണ്ട്, വിപിൻ. പാർവതിയുടെ ജാതകം എൻ്റെ കയ്യിലുണ്ടെന്ന് അവനറിയാം. അവൻ ചെന്ന് അത് പാർവതിയോട് പറയുമോ എന്നുള്ളൊരു ഭയം മാത്രമേ എനിക്കുള്ളൂ. എന്താണെങ്കിലും ജാതകം കിട്ടിയത് നന്നായി. പിന്നെ ഇനി വിപിന് പാർവതിയോടുള്ള ആ സോഫ്റ്റ് കോർണർ കൂടി മാറ്റിയെടുക്കണം എന്നൊക്കെ പ്രഭാവതി മനസ്സിൽ പറയുകയാണ്. അതേസമയം പ്രതാപൻ ചോദിക്കുകയാണ്, അല്ല ചേച്ചി, കുറെ നേരമായല്ലോ ആലോചന തുടങ്ങിയിട്ട്. അതെ പ്രതാപ, എൻ്റെ കയ്യിൽ എന്താണെന്ന് നിനക്കറിയാമോ? ആ പാർവതിയുടെ ഗ്രഹനിലയാണ്. അറിയാവുന്ന ഏതേലും ജ്യോത്സ്യന്മാരുടെ കയ്യിൽ കൊണ്ട് അവളുടെ ജാതകം ഒന്ന് നോക്കിക്കണം. അവൾ പറയുന്നത് പോലെ അവൾക്ക് ആത്മാക്കളെ കാണാനും സംസാരിക്കാനും ഒക്കെയുള്ള കഴിവുണ്ടോ എന്ന് നമുക്കാദ്യം മനസ്സിലാക്കണം. അതിനുശേഷം മതി ബാക്കി നീക്കങ്ങളൊക്കെ. എൻ്റെ ചേച്ചി, ഇതൊക്കെ നോക്കണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടോ? അവളെ അങ്ങ് തട്ടിക്കളഞ്ഞാൽ പോരെ എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ്, അതുപോലെ പ്രതാപ, നമുക്ക് കാര്യങ്ങളെല്ലാം അറിയണ്ടേ? എൻ്റെ ചേച്ചി, ജ്യോതിഷത്തിൽ പ്രാവീണ്യമുള്ള ഒരാൾ തന്നെ വേണ്ടേ ഇത് നോക്കാൻ? അത് നമ്മളിപ്പോൾ ആരെ കൊണ്ടാ നോക്കിക്കുക? എൻ്റെ പ്രതാപ, ഒരാളുണ്ട്, നീ എൻ്റെ കൂടെ വരാൻ നോക്കെന്ന് പറഞ്ഞ് പ്രഭാവതി കാറിലേക്ക് കയറുകയാണ്. അങ്ങനെ പ്രഭാവതിയും പ്രതാപനും ഒരു സ്വാമിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. പാർവതിയുടെ ഗ്രഹനില വാങ്ങിയതിനു ശേഷം അദ്ദേഹം കബഡി നിരത്തി നോക്കുന്നു. ഈ പെൺകുട്ടിയുടെ ജാതകം അപൂർവങ്ങളിൽ അപൂർവമാണ്. സൗഭാഗ്യമുള്ള ഒരു കുട്ടിയുടെ ജാതകമാണിത്. ഈ പെൺകുട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി എന്താ അറിയേണ്ടതെന്ന് സ്വാമി ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ്, സ്വാമി, ഇവൾ എൻ്റെ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയിലെ മകൻ്റെ ഭാര്യയാണ്. ഇവൾക്ക് ആത്മാക്കളെ കണ്ട് സംസാരിക്കാൻ കഴിയുമെന്നൊക്കെയാ പറയുന്നത്. അത് സത്യമാണോ അല്ലയോ എന്നറിയണം. അതുമാത്രമല്ല, ഭാവിയെക്കുറിച്ച് മുൻകൂട്ടി പറയാനുള്ള സിദ്ധിയും ഇവൾക്കുണ്ടെന്നാ ഞങ്ങളൊക്കെ കരുതുന്നത്. തുടർന്ന് അല്പനേരം ധ്യാനിച്ചിട്ട് സ്വാമീജി പറയുകയാണ്, പ്രഭാവതി, ഇനിയും ഈ പെൺകുട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ 15 മിനിറ്റെങ്കിലും ഈ പെൺകുട്ടി എൻ്റെ ആകർഷണ വലയത്തിന് ഉള്ളിലാകണം. അതിന് എന്താ ചെയ്യാൻ കഴിയുക? സ്വാമീജി, ആ പെൺകുട്ടിയെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാനൊന്നും ആകില്ലെന്ന് പ്രഭാവതി പറയുമ്പോൾ പ്രതാപം പറയുകയാണ്, ചേച്ചി, എനിക്കൊരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ എന്ന് സ്വാമി ചോദിക്കുമ്പോൾ പ്രഭാവതിയും പ്രതാപനും കൂടി പറയുകയാണ്, അത് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ഭർത്താവിൻ്റെ ഷഷ്ടിപൂർത്തി ചടങ്ങ് നടക്കാനിരിക്കുകയാണ്. അതിന് ഗണപതി ഹോമവും പൂജയും മറ്റുമൊക്കെ ഉണ്ടാകും. അപ്പോൾ സ്വാമീജി വരികയാണെങ്കിൽ അതിനെന്താ, ഞാൻ വരാമെന്ന് സ്വാമീജി സമ്മതിക്കുന്നു. അങ്ങനെ അവരവിടെ നിന്ന് പോകുമ്പോൾ സ്വാമി പറയുകയാണ്, ധാരാളം രഹസ്യങ്ങൾ ഒളിഞ്ഞുകിടക്കുന്ന ഒരു ജാതകമാണിത്. പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. പാർവതി ഗായത്രി അമ്മയുടെ ഫോട്ടോയ്ക്ക് അരികിലേക്ക് ചെന്ന് വിശാൽ കൊടുത്ത സാരി ഫോട്ടോയ്ക്ക് മുന്നിൽ വെക്കുകയാണ്. ദേവമേ, ഇതെനിക്ക് വിശാൽ സാർ വാങ്ങിത്തന്ന സാരിയാണ്. ഇത് ദേവമ്മ ഉടുത്ത് കാണണമെന്ന എൻ്റെ ആഗ്രഹമെന്ന് പാറു പറയുമ്പോൾ അങ്ങോട്ടേക്ക് ഗായത്രി വരികയാണ്. മോള് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. പക്ഷെ മോളെ, ഞാനൊരു ആത്മാവല്ലേ, ആത്മാവ് എങ്ങനെയാ സാരി ഉടുത്ത് ഇങ്ങനെയൊക്കെ വരിക എന്ന് ഗായത്രി ചോദിക്കുമ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് പാറു. കുഴപ്പമില്ല, മോള് മനസ്സിൽ സങ്കല്പിച്ചാൽ മതി. അപ്പോൾ മോൾക്ക് എന്നെ ആവേശത്തിൽ കാണാനാകുമെന്നും ഗായത്രി പറയുമ്പോൾ പാറുവിന് സന്തോഷമാകുന്നു. ഇനി മോൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? അമ്മ പോകട്ടെ എന്ന് ഗായത്രി ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, ഇല്ല ദൈവമേ, ഒരു പ്രശ്നം കൂടിയുണ്ട്. ഷഷ്ടിപൂർത്തി ചടങ്ങിൻ്റെ അന്ന് എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നു. ആർക്ക് എന്ത് ആപത്ത് വരും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അതെന്താണെങ്കിലും സംഭവിക്കും. ദേവമ്മയ്ക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമോ എന്ന് പാറു ചോദിക്കുമ്പോൾ ഗായത്രി പറയുകയാണ്, മോളെ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഷഷ്ടിപൂർത്തി ചടങ്ങ് അത്ര മംഗളകരമായ ഒരു ചടങ്ങായിരിക്കില്ല. വരാൻ പോകുന്ന ആപത്തിനെ ആർക്കും തടയാനാകില്ല. എന്താണെങ്കിലും എൻ്റെ മോള് ജാഗ്രതയോടെ ഇരിക്കണം. പിന്നീട് കാണിക്കുന്നത് വിശാലിനെയും അച്ചമ്മയുമാണ്. അച്ചമ്മ പറയുകയാണ്, എന്താണെങ്കിലും ഗോപിയുടെ ഷഷ്ടിപൂർത്തി ചടങ്ങ് ആഘോഷമാക്കി തന്നെ നടത്തണം. പക്ഷേ അവൻ്റെ അവസ്ഥയോർക്കുമ്പോഴാ. അച്ഛൻ എഴുന്നേറ്റ് നടക്കുന്ന ദിവസം അധികം വൈകാതെ തന്നെ വരൂ അച്ചമ്മേ. അച്ചമ്മ സമാധാനമായിട്ടിരിക്കെന്നും വിശാൽ പറയുന്നു. അല്ല മോനെ, നീ തിരുമേനിയൊക്കെ ഏർപ്പാടാക്കിയായിരുന്നോ എന്ന് അച്ചമ്മ ചോദിക്കുമ്പോൾ വിശാൽ പറയുകയാണ്, ഇല്ല അച്ചമ്മേ. എങ്കിൽ മോൻ ഇന്ന് തന്നെ നേരിട്ട് ചെന്ന് തിരുമേനിയെ വിളിക്കണമെന്ന് അച്ചമ്മ പറയുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന പ്രഭാവതി പറയുകയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സ്വാമിജിയൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഏത് സ്വാമിയാ നീ ഏർപ്പാടാക്കിയതെന്ന് അച്ചമ്മ ചോദിക്കുമ്പോൾ ഹിമാലയത്തിൽ പോയി തപസ് ചെയ്തിട്ടുള്ള അപൂർവ സിദ്ധികളുള്ള സ്വാമിജിയാണെന്നും എല്ലാം നേരിട്ട് വരുമ്പോൾ കണ്ടു പരിചയപ്പെട്ടാൽ മതിയെന്നും പ്രഭാവതി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ശേഖരനെയാണ്. ഒരു ടൈം ബോംബ് തയ്യാറാക്കുകയാണ് ശേഖരൻ. പ്രഭാവതി, ഇത്തവണ എൻ്റെ ഉന്നം എന്താണെങ്കിലും പിഴയ്ക്കാനേ പോകുന്നില്ല. അത്രയും പറഞ്ഞുകൊണ്ട് ടൈം ബോംബിലേക്ക് നോക്കുകയാണ് ശേഖരൻ. പിന്നീട് കാണിക്കുന്നത് ഗാർഗിയെയും അധികയും അച്ചമ്മയുമാണ്. അങ്ങനെ ഷഷ്ടിപൂർത്തി ദിവസം വന്നെത്തിയിരിക്കുകയാണ്. ഗായത്രിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ ദീപം തെളിയിച്ച് ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ് ഗാർഗി. ഞാൻ പോയി ഗോപിയെ ഒരുക്കിക്കൊണ്ട് വരാമെന്ന് അച്ചമ്മ പറയുമ്പോൾ ഗാർഗി പറയുകയാണ്, അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. ഞാനും പാർവതിയും കൂടി അച്ഛനെ ഒരുക്കിക്കൊള്ളാം. നിങ്ങൾ രണ്ടുപേരും ഇവിടെയുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിയാൽ മതി. അത്രയും പറഞ്ഞുകൊണ്ട് ഗാർഗി പാറുവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പാറു അവിടെ പച്ചക്കറി അരിയുകയായിരുന്നു. അല്ല, നമുക്ക് അച്ഛനെ ഒരുക്കണ്ടേ എന്ന് ഗാർഗി ചോദിക്കുമ്പോൾ
നീ ഷർട്ടും മുണ്ടും എടുത്തു വെക്ക്, ഞാനിപ്പോൾ വരാമെന്ന് പാറു പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സ്വാമിജിയെ കാത്തു നിൽക്കുന്ന പ്രഭാവതിയും പ്രതാപനെയുമാണ്. ഇനി അയാൾ എങ്ങാനും വരാതിരിക്കുമോ പ്രതാപ എന്ന് പ്രഭാവതി ചോദിക്കുന്നു. അതേസമയം സ്വാമിജി അങ്ങോട്ടേക്ക് വരികയാണ്. സ്വാമിജിയെ കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് പ്രതാപൻ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.